വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കളരി വേണ്ട, കളരി വേണ്ട, വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പശുവിനോട് പറയണമെന്ന് പറഞ്ഞപ്പോ ആ സുഹൃത്ത് പോയിക്കൊണ്ട് പശുവിനോട് പറഞ്ഞു, വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കളരി വേണ്ട എന്ന് പറഞ്ഞപ്പോ പശു സമയങ്ങളോളം കുറെ സമയം അദ്ദേഹത്തെ മുഖത്ത് നോക്കി നിൽക്കുന്നു. പിന്നീട് ആ പശുവിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാം. ഷൊർണൂരിലുള്ള ഒരു സഖാഫി അദ്ദേഹം കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ തങ്ങളോട് ഒന്ന് പറയുകയാണ്, തങ്ങളെ എനിക്ക് ദർസ് നടത്താനാണ് ആഗ്രഹമുള്ളത്. തങ്ങൾ ചോദിച്ചു എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികളുണ്ട്. തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് 1 ഡസൻ കുട്ടികൾ ഉണ്ടാകും, നിങ്ങൾക്ക് ദർസ് നടത്താം. അങ്ങനെ ദർസ് നടത്തി 13 കുട്ടികളുമായതാ ആ സഖാഫി സുഹൃത്ത് ദർസ് നടത്തുന്നു. അതിനിടയിലാണ് ഒരു മുത്തഅല്ലിമിനെ കാണാനില്ല. പ്രയാസത്തോടുകൂടെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. 2 ദിവസമായി കുട്ടിയെ കാണാനില്ല, മുത്തഅല്ലിമിനെ കാണുന്നില്ല. അങ്ങനെ ആ ഉസ്താദ് മഹാനായ വൈലത്തൂർ സയ്യിദ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്റെ ഒരു മുത്തഅല്ലിമിനെ കാണാനില്ല, 2 ദിവസമായി കാണാനില്ല. ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു, പേടിക്കേണ്ടതില്ല, ളുഹറിന്റെ മുമ്പായി അവനെ കുറിച്ചുള്ള വിവരം കിട്ടും. ആ ഉസ്താദ് വിചാരിച്ചത് എപ്പോഴാകുക, എന്താണത്? വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, മുത്തഅല്ലിം പോയിട്ട് 2 ദിവസമായി, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വീണ്ടും വീണ്ടും ആ ഉസ്താദ് ആവലാതി പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ആ കലാം ഞാൻ നിർത്തിയിരിക്കുന്നു, ളുഹറിന്റെ മുമ്പ് വിവരം ലഭിക്കും. ആ സംസാരം നിർത്താൻ ഉടനെ തന്നെ ആ ഉസ്താദ് തങ്ങളുടെ അടുക്കലും തിരിച്ചു പോന്ന് ളുഹറിന്റെ സമയം 12 മണിയാവുമ്പോഴേക്കും ഉസ്താദിനതാ വിളിക്കുകയാണ്. കേരളത്തിന്റെ പുറത്ത് വെച്ച്, കേരളത്തിന്റെ പുറത്ത് ഉള്ള സ്ഥലത്ത് വെച്ച് ആ മുത്തഅല്ലിം വിളിക്കുന്നു, ഉസ്താദേ ഞാൻ ഒരു ശത്രുവിന്റെ ഷെറിൽപ്പെട്ട് കുടുങ്ങി വലയിൽപ്പെട്ട് ഇവിടെ എത്തിയതാണ്, ഞാൻ ഇവിടെയുണ്ട് എന്നുള്ള വിവരം അതാ ളുഹറിന്റെ മുമ്പ് 12 മണിക്ക് ആ ഉസ്താദിന് ലഭിക്കുന്നു. അങ്ങനെ ആ ഉസ്താദ് മുത്തഅല്ലിമിനെ കൂട്ടി ദർസിലേക്ക് വരുന്നു. അങ്ങനെ ആ മുത്തഅല്ലിമിനെയും കൂട്ടി തങ്ങളടുക്കലേക്ക് വരുമ്പോ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദർസ് നടത്തിക്കോളൂ, നിങ്ങൾ ദർസ് വളരുമെന്ന് പറഞ്ഞു. ആ ഉസ്താദ് നിൽക്കുന്ന ധാരാളം മുത്തഅല്ലിമീങ്ങളുള്ള വലിയ ദർസാണ് എന്ന് ആ ഉസ്താദ് അനുസ്മരിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ മഹാനവോട് ഇഷ്ടപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ വീട്ടില് പശു പാല് കറക്കാൻ അയക്കുന്നില്ല, ആ പശു കാലുകൊണ്ട് ഇങ്ങനെ തട്ടുകയാണ് എന്ന് പറഞ്ഞപ്പോ മഹാനവൾ പറഞ്ഞു, വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കളരി വേണ്ട, കളരി വേണ്ട, വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പശുവിനോട് പറയണമെന്ന് പറഞ്ഞപ്പോ ആ സുഹൃത്ത് പോയിക്കൊണ്ട് പശുവിനോട് പറഞ്ഞു, വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കളരി വേണ്ട എന്ന് പറഞ്ഞപ്പോ പശു സമയങ്ങളോളം കുറെ സമയം അദ്ദേഹത്തെ മുഖത്ത് നോക്കി നിൽക്കുന്നു. പിന്നീട് ആ പശുവിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാം. അങ്ങനെ മഹാനാമകള് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഈ പ്രദേശത്തൊക്കെ കൊടുവള്ളി പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലും ധാരാളം അനുഭവങ്ങൾ ഉണ്ടായതായി കാണാം. വൈലത്തൂർ തങ്ങൾ അവർ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രസംഗത്തിന്റെ വേദിയിൽ ഒരു മജ്‌ലിസിൽ വന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനവളുടെ അടുക്കലേക്ക് ഒരാളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ എന്നും പിശാചിന്റെ ശർറ് നടക്കുകയാണ്, എല്ലാ ദിവസവും രാത്രിയായാൽ ചുമരും എഴുതി വെക്കും, ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീടാണ്, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമരുമൽ പിശാചുകൾ എഴുതി വെക്കുന്നു. ഇവരത് മായ്ക്കും, പക്ഷേ രാവിലെ ആകുമ്പോഴും വീണ്ടും കാണുന്നു. അങ്ങനെ ധാരാളം ചികിത്സകളും ഒരുപാട് കാശ് ചെലവാക്കി ചികിത്സകൾ നടത്തി, അതിന് യാതൊരു സമാധാനവുമില്ല. അങ്ങനെയാണ് വൈലത്തൂർ തങ്ങൾ പാപ്പാന്റെ അടുക്കലേക്ക് എത്തുന്നത്. ആ ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പോയി എഴുതി വെക്കണം. ആ വീട്ടുകാർ വീട്ടിൽ ചെന്ന് ചുമരുമല്ല എഴുതി വെച്ചു, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് വൈലത്തൂർ തങ്ങൾ എന്ന് എഴുതി വെച്ചു.
അന്നത്തെ രാത്രിയിൽ നേരം പുലർന്നപ്പോൾ കാണുന്ന അത്ഭുതം എന്താണ്? ആ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നു, വൈലത്തൂർ തങ്ങൾ മഹാനാണ്, ഞങ്ങൾ പോവുകയാണ്. വല്ലാത്തൊരു അത്ഭുതം. അതോടുകൂടെ ആ ഷർറ് ഇല്ലാതെയാകുന്നു. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ അവിടത്തേക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ അനുസ്മരണ സമ്മേളനങ്ങൾ, മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമുക്കൊക്കെ ധാരാളം കേൾക്കാം. അല്ലാഹു തആല അവരെ മദദ് നൽകുമാറാവട്ടെ.